Hi friends, welcome back to Entertainment Media Fund. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഡിവൈസാണ്. വ്ളോഗേഴ്സിന് യൂസ്ഫുൾ ആയൊരു ഡിവൈസാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. നമുക്ക് അൺബോക്സ് ചെയ്യാം. നല്ലൊരു പാക്കിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു പാക്കിംഗ് ഉണ്ട്. നമ്മുടെ പാക്കിംഗ് ഒന്ന് ചെറുതായിട്ട് ചളിങ്ങിയിട്ടൊക്കെ ഉണ്ട്, ചെറുതായിട്ട് കീറിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും നല്ലൊരു പാക്കിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഉള്ളൊന്ന് പൊളിച്ച് നോക്കാം, അപ്പോൾ അറിയാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും. അവർ ചെറിയൊരു ചതപോലെ വന്നിട്ടുണ്ട്. ഇതാണ് മൈക്കിൻ്റെ ഔട്ട് സൈഡുള്ള കവറ്. നല്ലൊരു ഭംഗിയായിട്ടുള്ള കവർ തന്നെയാണ്. gmarkൻ്റെ മൈക്കാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് ചളിങ്ങിയിട്ടുണ്ട്. കവറിൻ്റെ ഇവിടെ എന്തോ കൊണ്ടതാണ്, വരുന്ന വഴിയിലാണെന്ന് തോന്നുന്നത് എന്തോ കൊണ്ടതാണ്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെൽ പാക്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മൈക്ക്. പിന്നെ എപ്പോഴത്തേയും പോലെ ഒരു QC ചെക്കിൻ്റെ ഒരു പേപ്പറുണ്ട്, ഒരു മാനുവലുണ്ട്, ഒരു C ടൈപ്പ് കേബിളുണ്ട്. ഒന്നല്ല, 2 C ടൈപ്പ് കേബിളുണ്ട്. നമുക്കൊന്ന് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായ ഒരു C ടൈപ്പ് കേബിളാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഒറ്റ USB-ന്ന് സ്പ്ലിറ്റായിട്ട് പോകുന്ന 2 C ടൈപ്പ് കേബിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു റിസീവറും ഉണ്ട്, ഒരു മൈക്കും ഉണ്ട്. അപ്പം നമുക്ക് 2 ചാർജ് അറ്റ് എ ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ക്യാമറയായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു പിന്നുണ്ട്. ക്യാമറയും നമ്മുടെ റിസീവറുമായിട്ട് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചാണ് പിടിക്കുന്നതെങ്കിൽ മൊബൈലും റിസീവറുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു പിന്നുണ്ട്. പിന്നെ നമുക്കൊരു എയറിൻ്റെ ഒന്നും ഡിസ്റ്റർബൻസ്, വിൻഡിൻ്റെ ഒന്നും ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് കവർ ചെയ്യാനുള്ളൊരു ഹെഡ് കൂടെ അവർ തന്നിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഇതാണ് നമ്മുടെ റിസീവർ. ഇത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് 2 ബട്ടണുകൾ സൈഡുകളിൽ കാണാം. ഒന്ന് നമുക്ക് അൺപെയർ ചെയ്തിട്ട് വീണ്ടും പെയർ ചെയ്യാനുള്ളൊരു ബട്ടണാണ് പെയർ ചെയ്തത്. മറ്റൊന്ന് സൗണ്ട് കൂട്ടാനുള്ള. ഏകദേശം 15 to 30 മീറ്ററാണ് അവർ ഡിസ്റ്റൻസ് പറയുന്നത്. ഇതാണ് gmarkൻ്റെ റിസീവർ. ഓക്കെ, ഇനി നമ്മൾ വേറെ ഒരെണ്ണം കൂടിയുണ്ട്. ഇതിന് ഒരു മൈക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ മൈക്കിൻ്റെ പോർട്ടുണ്ട്. ഇത് നമുക്ക് ക്ലിപ്പ് ചെയ്യാം നമ്മുടെ ബനിയനയിലൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാം. ഇത് ചാർജിങ് പോർട്ടാണ്. ഓക്കെ, C ടൈപ്പ് ചാർജിങ് പോർട്ടാണ്. ഇനി ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിനും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിലാണോ നമ്മുടെ മൊബൈലിലാണോ കണക്ട് ചെയ്യുന്നത്, ആ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ഒരു ചാർജിങ് പോർട്ടും ആണ് ഉള്ളത്. ഇനി നമുക്ക് ഇത് തമ്മിൽ പെയർ ചെയ്തിട്ട് ഇതിൻ്റെ ക്ലാരിറ്റിയും ഇതിൻ്റെ ഡിസ്റ്റൻസും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 2 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്താൽ ഇത് പവർ ഓൺ ആവും. ഓക്കെ, പവർ ഓൺ ആയി. 2 പ്രാവശ്യം ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെയർ ആവും എന്നാണ് പറയുന്നത്. ഓൾറെഡി ഇത് പെയറായി. ഇപ്പം നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെയറായിട്ടുണ്ട്. ഇതിപ്പം ഫുൾ ചാർജാണ്. നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഈ റിസീവറിൽ സംസാരിക്കുമ്പോൾ റിസീവറിൽ ഗ്രീൻ കത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സിഗ്നൽ ട്രാൻസ്മിറ്ററിനകത്തോട്ട് ട്രാൻസ്മിറ്റ് ആകുന്നുണ്ട് എന്നാണ് അർത്ഥം. കണ്ടോ, 2ലും ഗ്രീൻ സിഗ്നൽ നമുക്ക് തരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മൈക്ക് നമുക്ക് നേരെ മൊബൈലിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ മൊബൈലിൽ കണക്ട് ചെയ്യാനുള്ള മൊബൈലിനകത്തുള്ളൊരു കണക്റ്റിംഗ് കേബിളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ റിസീവറാണ്. റിസീവറിൽ പ്ലഗ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ മൊബൈലിൻ്റെ സൈഡിൽ പ്ലഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും നേരം ഇതിനകത്ത് നമ്മൾ മൈക്കില്ലാതെയാണ് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഈ മൈക്ക് ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് തിരിച്ചറിയാം. ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നില്ല, 2ാം ഭാഗങ്ങളിലാണ് നമ്മൾ ഈ മൈക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് അറിയാം. സോ നമ്മുടെ ക്യാമറയിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് ഈ മൈക്ക്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ മൈക്കിലൂടെയാണ്. ഇതിൻ്റെ വോയിസ് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കാം. gmarkൻ്റെ മൈക്കാണിത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ പ്രോഡക്റ്റിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ. ഇത് ഞാനൊരു മൈക്ക് മേടിച്ചു എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കുന്നു എന്ന് മാത്രമാണ്. വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ഈ മൈക്കിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും, എത്രമാത്രം ഈ മൈക്ക് കോമ്പാക്റ്റബിൾ ആണ് എന്ന്. പിന്നെ ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി നല്ലതാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും നല്ല മൈക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം.
ഇനി നമ്മൾ ഇത് ഏകദേശം 1 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ കുറച്ച് കൂടുതൽ ദൂരം നിന്ന് സംസാരിച്ച് നോക്കാം. നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ഏകദേശം ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ 5 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നുള്ള വോയിസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ക്യാമറയിലൂടെയുള്ള മൈക്കാണ്. അപ്പോൾ ഉള്ള വ്യത്യാസം നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യുകയാണ് ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഫങ്ഷനാലിറ്റി എങ്ങനെയുണ്ട് എന്ന്. ഓക്കെ, ഇപ്പോൾ ഫാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരുവിധം നല്ല സൗണ്ട് ഉണ്ട് റൂമിൽ നമ്മുടെ ഫാനിൻ്റെ. ഫ്രണ്ട്സ്, നമ്മളിപ്പം ഇവിടെ ഫാനോ മറ്റ് ഡിസ്റ്റർബൻസോ ഒന്നുമില്ല. അതൊന്നും ഇല്ലാതെയാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ മൈക്ക് ഇപ്പോൾ നമ്മൾ പല രീതിയിൽ ടെസ്റ്റ് ചെയ്തു. റൂമിൽ നോയ്സ് ഇട്ടും നോയ്സ് ഇല്ലാതെയും. അപ്പോൾ ഈ മൈക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ gmarkൻ്റെ മൈക്കിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോകൾ, ഇതുപോലുള്ള ഡിവൈസുകൾ പുതിയ ഡിവൈസുകൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നിങ്ങൾ ആ വീഡിയോകൾ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.